വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 20. രചനാ സംഭാഷണം രുദ്രപ്രിയ. രാവിലെ അവൾ ഉണരുമ്പോൾ സത്യ ഉറക്കത്തിലാണ്. അവൾ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ സത്യ അവൻ്റെ മുഖം അവളുടെ മാറിൽ അമർത്തിയാണ് ഉറങ്ങുന്നത്. അവൾ പതിയെ പിന്നിലേക്ക് നീങ്ങിയതും അവൻ ഉണർന്നു. അവളെ അടുത്തേക്ക് വലിച്ചു ചേർത്തു. ഇതെവിടേക്കാ ശ്രീ, ഇത്രയും നേരത്തെ? ഇത്തിരി നേരം കൂടി ഇങ്ങനെ കിടന്നോട്ടെ, മതിയായില്ല പെണ്ണേ. അവൾ അവനെ തള്ളി മാറ്റി നേരിത് വലിച്ചു മാറിലേക്കിട്ട് മുഖം കൂർപ്പിച്ചു. പിന്നെ ഞാനിതൊന്നും ഇന്നലെ കാണാത്തതല്ലേ? സത്യ കളിയാക്കി ചിരിച്ചു. പോയേ ഏട്ടാ രാവിലെ? അങ്ങനെ പോകാൻ പറ്റില്ല, എനിക്ക് തലവേദനിക്കുന്നു, കുറച്ചുകൂടി ഉറങ്ങണം. ഞാൻ ഉറങ്ങുന്നവരെ ഇവിടെ കിടക്ക്, അതിനുശേഷം പൊയ്ക്കോ. ഒടുവിൽ നിവർത്തിയില്ലാതെ അവൾ അതിന് സമ്മതിച്ചു. സത്യ അവളുടെ വയറിൽ മുഖം ചേർത്ത് കിടന്നു. പുക്കിൾ ചുഴിയിൽ സത്യയുടെ നിശ്വാസം. അവൻ്റെ കുറ്റിത്താടി അവളുടെ വയറിനെ ഇക്കിളി കൂട്ടി. വേണ്ട, ഈ കിടപ്പ് ശരിയാവില്ല, അതും രാവിലെ. പോയേ, എനിക്ക് പണിയുണ്ട്. എൻ്റെ ശ്രീ, ഇതിന് രാവിലെ രാത്രി അങ്ങനൊന്നുമില്ല. എപ്പോൾ തോന്നുന്നോ അപ്പോൾ, അതാണ് അതിൻ്റെ ഒരു ഇത്. ആഹാ, കൊള്ളാമല്ലോ. ആൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഒന്നുമില്ല, ഞാൻ പോണു. അമ്മ ഇപ്പോൾ തിരക്കി വരും. അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുണ്ട് ചേർത്തു സത്യ. ഇനി പൊയ്ക്കോ. അതെ, ഞാൻ ഇന്നും ശരീരം അധികം അലക്കാതെ പണികളൊക്കെ ചെയ്യും. വഷളത്തരത്തോടെ സത്യ പറയുന്നത് കേട്ട് നന്ദു വാഷ്റൂമിലേക്ക് ഓടിക്കയറി. ഷവർ തുറന്ന് തണുത്ത വെള്ളം ശരീരത്തിൽ വീഴുമ്പോൾ ചുണ്ടിലും മാറിലും വയറിലും ചെറിയ മുറിവുകൾ. വീട്ടിലേക്ക് പോകാമെന്ന് അച്ഛനോട് ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിലും സത്യ പോകുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ഊണ് കഴിഞ്ഞ് സത്യ മുറിയിൽ കിടക്കുമ്പോൾ നന്ദു അവിടേക്ക് കയറി ചെന്നു. ഉണങ്ങിയ തുണികൾ ബെഡിലേക്കിട്ട് ഓരോന്നായി മടക്കുകയാണ്. സത്യയുടെ തുണികളെല്ലാം വൃത്തിയായി മടക്കിയെടുത്ത് അലമാരിയിൽ വെച്ചു. നന്ദുവിൻ്റെ തുണികളും യഥാസ്ഥാനത്തേക്ക് വെച്ച് തിരിയുമ്പോഴാണ് തന്നെ നോക്കിക്കിടക്കുന്ന സത്യയെ നന്ദ് കാണുന്നത്. ഇതെന്താ ഇങ്ങനെ ഒരു കിടപ്പ്? നന്ദ് ചോദിച്ചുകൊണ്ട് അവൻ അടുത്തായിരുന്നു. എടോ, തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോയിട്ട് 2 ദിവസമായില്ലേ? നമുക്ക് അവിടേക്ക് പോകണ്ടേ? സത്യയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് നന്ദു അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാത്തത്. തൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എനിക്കെങ്ങനെ ബുദ്ധിമുട്ടാകും? അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി ഇറങ്ങിക്കോ, നമുക്ക് പോകാം. പിന്നെ 1-2 ദിവസം നിൽക്കാൻ കണക്കിന് ഡ്രസ്സ് എടുത്തോളണം. നമ്മൾ 2 ദിവസം അവിടെ നിന്നിട്ടേ വരികയുള്ളൂ. നന്ദുവിന് സത്യ പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും വല്യച്ഛനും ഒപ്പം നിന്നിട്ടേ വരുന്നുള്ളൂ നമ്മൾ, മനസ്സിലായോ? ആണോ? അവൾ സന്തോഷം കൊണ്ട് സത്യയുടെ കവിളി ചുണ്ടു ചേർത്തു. അമ്മേ, ലതാമ്മേ വിളിച്ചുകൊണ്ട് പെണ്ണ് അടുക്കളയിലേക്ക് പാഞ്ഞു. ഓ, ഈ പെണ്ണ് നിലത്തൊന്നുമല്ല. മുത്തശ്ശ, അച്ഛ, ഇളയച്ച, ഞങ്ങളെ എൻ്റെ വീട്ടിലേക്ക് പോവുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. എൻ്റെ കൊച്ചേ, നീ വേഗം റെഡിയാകാൻ നോക്ക്. അവൻ്റെ സ്വഭാവം മാറുന്നതിന് മുമ്പ് ലതാമ്മ പെണ്ണിനെ പിടിച്ചു നിർത്തി പറഞ്ഞു. അവൾ വേഗം റൂമിലെത്തി. കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു സത്യ. ഇനി ആരോടെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് വാ. സാരംകേട്ടനോടുകൂടി പറഞ്ഞില്ല, അതുകൂടി പറയട്ടെ. പറഞ്ഞിട്ട് വരാം. പിന്തിരിഞ്ഞതും അമ്മൾ പറ്റിയതുപോലെ നിന്നു നന്ദു. സോറി, ഇപ്പോൾ റെഡിയാകാം. ഈ പെണ്ണിൻ്റെ കാര്യം. സത്യ ഇറങ്ങി വരുമ്പോഴും നന്ദു റെഡിയായിട്ടില്ല. അവൻ ഹാളിലിരുന്നു. വിവാഹശേഷം ആദ്യമായിട്ടാണ് മോളുടെ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെയുള്ള ഡ്രസ്സും കാര്യങ്ങളും എടുത്തുകൊണ്ട് വേണം പോകാൻ. 2 ദിവസം നിൽക്കുന്നതെന്ന് മോള് പറഞ്ഞായിരുന്നു. അത് സന്തോഷമാണ്, പക്ഷെ അറിയാമല്ലോ അവരുടെ വീട്ടിലെ പരിമിതികൾ. അപ്പോൾ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമൊന്നും നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. മാധവൻ മകനെ ഉപദേശിച്ചു. ഇല്ലച്ച, എനിക്കെല്ലാം അറിയാം. അപ്പോഴേക്കും ബാഗുമായി നന്ദു ഇറങ്ങി വന്നു. രണ്ടുപേരും കാറിലേക്ക് കയറി. ഈശ്വരമംഗലം തറവാട് പിന്നിടുന്നത് വരെ എല്ലാവരും പൂമുഖത്ത് നിന്ന് അവരെ തന്നെ നോക്കി നിന്നു. സത്യ സ്റ്റീരിയോ ഓണാക്കി പാട്ട് പ്ലേ ചെയ്തു. ഇടയ്ക്കും മൂളിയും അവളുടെ വിരലിൽ കോർത്തു പിടിച്ചും യാത്ര മുന്നോട്ട് പോയി. ഇടയ്ക്ക് ചെറുതായി മഴ പെയ്യുവാൻ തുടങ്ങി. ചെറിയ ചാറ്റൽ മഴ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് തുടർന്നു. എന്നാൽ ഇടയ്ക്ക് മഴയുടെ ഭാവം മാറിയപ്പോൾ അത് ഉഗ്രതാണ്ഡവം ആരംഭിച്ചു. ഡ്രൈവ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ കാർ സൈഡിലാക്കി. ഈ മഴയത്ത് ഓടിക്കുന്നത് പ്രയാസമാണ്. അല്പം തോർന്ന ശേഷം നമുക്ക് യാത്ര തുടരാം.
സത്യ പറയുമ്പോൾ നന്ദു അത് സമ്മതിച്ചു. കാർ സൈഡാക്കി നിർത്തി. ഗ്ലാസ്സിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളെ നോക്കി നന്ദു ഇരുന്നു. കാറിൽ AC ഉണ്ടെങ്കിലും അവൾക്ക് ചൂട് അനുഭവപ്പെട്ടു. സത്യ AC ഓഫാക്കി ഗ്ലാസ് താഴ്ത്തി വെച്ചു. പുറത്തേക്ക് നോക്കിയിരിക്കുന്ന നന്ദുവിൻ്റെ മുഖത്ത് വെള്ളത്തുള്ളികൾ തെറിച്ച് വീഴുന്നുണ്ട്. അവളത് ആസ്വദിച്ചിരിക്കുകയാണ്. സത്യ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് അവളുടെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് ചായ്ച്ചു. നന്ദു പെട്ടെന്ന് പിന്നിലേക്ക് ചാഞ്ഞുപോയി. ചുണ്ട് കൂർപ്പിച്ച് സത്യയെ നോക്കി. അവളുടെ മുഖത്ത് വെള്ളത്തുള്ളികൾ ചിതറി വീണിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ച് ചുണ്ടിൽ തെറിച്ച വെള്ളത്തുള്ളിയെ തൻ്റെ ചുണ്ടാൽ പൊതിഞ്ഞു. അവളുടെ കഴുത്തിലും മറ്റും വെള്ളത്തുള്ളികൾ തെറിച്ച് വീണ് സ്ഥാനം പിടിച്ചു. സത്യ അവളുടെ മുഖത്തു നിന്ന് മാറി ചുണ്ട് നന്ദുവിൻ്റെ കഴുത്തിലേക്ക് പൂത്തി. സത്യ അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ നിർത്താതെയുള്ള ഹോൺ ശബ്ദം കേട്ട് അവൾ സത്യയെ തള്ളി മാറ്റി. പെണ്ണിൻ്റെ മുഖം ചുവന്നു തുടുത്തു. മഴയ്ക്ക് ശമനം വന്നതും സത്യ വണ്ടി ഓടിച്ചു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ടിട്ട് നന്ദുവിനെ നോക്കും. വീടെത്തുമ്പോൾ ഏറെ വൈകിയിരുന്നു. അവളെയും നന്ദുവിനെയും കണ്ടപ്പോൾ അച്ഛനും അമ്മയും വല്യച്ഛനും ഏട്ടനും അത്ഭുതമായിരുന്നു. മഴ തോർന്ന പാടുകൾ മുറ്റത്ത് അവശേഷിക്കുന്നുണ്ട്. അവിടെ അവിടെ ചെളി കെട്ടിയിട്ടുണ്ട്. ഒതുക്കുകൾ കയറി ചെല്ലുമ്പോൾ അമ്മ വേഗം അവൾക്കടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു. വാ മക്കളെ, രണ്ടുപേരെ അകത്തേക്ക് ക്ഷണിച്ചു. സത്യ ആദ്യമായാണ് ആ വീട് കാണുന്നതും വരുന്നതും. ഓടിട്ട കുഞ്ഞു വീടാണ്. ചുറ്റും നിറയെ മരങ്ങൾ, ഭംഗിയായി ചെത്തിയൊതുക്കിയ മുറ്റം. കൈവരോട് കൂടിയ വരാന്ത കഴിഞ്ഞാൽ വലിയ ഹാളാണ്. അവിടെ അത്യാവശ്യ സൗകര്യങ്ങളുണ്ട്. ദിവാൻ കോട്ടും സോഫയും നിരത്തിയിട്ടുണ്ട്. ഹാളിൻ്റെ ഇരുവശത്തും 2 റൂമും. ഹാളിൽ നിന്ന് പുറത്തേക്ക് കിച്ചൺ, അതിനടുത്തായി വർക്ക് ഏരിയയും സ്റ്റോർ റൂമും. യാത്രയൊക്കെ സുഖമായിരുന്നോ മക്കളെ? അച്ഛൻ ചോദിച്ചു. നന്ദു സത്യയും തലയാട്ടി. ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്തതല്ലേ, അളിയൻ അല്പം റെസ്റ്റ് എടുക്ക്, രമേശൻ പറയുമ്പോൾ സത്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ നന്ദുവിൻ്റെ ഏട്ടനാണ്. രാഘവൻ അപ്പോൾ തന്നെ ഇടപെട്ടു. എൻ്റെ ഏട്ടനാണ്, അതായത് നന്ദുവിൻ്റെ വലിയച്ഛൻ്റെ മോൻ. നന്ദു, മോനെ നിൻ്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോ. പിന്നെ ഇവിടെ അല്പ സൗകര്യങ്ങളൊക്കെ കുറവാണ്, മോന് ബുദ്ധിമുട്ടാകും, ശിവൻ പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സത്യ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. കുറച്ച് വലിയ മുറി തന്നെയായിരുന്നു നന്ദുവിൻ്റെ. ചെറിയൊരു കട്ടിലും അലമാരിയും നിലക്കണ്ണാടിയും. കൊണ്ടുവന്ന ബാഗ് ഭദ്രമായി കട്ടിലിൽ വെച്ചു. നന്ദു ഡോറ് ചാരി ബെഡിലിരിക്കുന്ന സത്യയുടെ അടുത്തെത്തി. ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്, ഏട്ടന് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോകാം. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി. എൻ്റെ കൊച്ചേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നീ വെറുതെ മുഖം വീർപ്പിക്കേണ്ട. എനിക്കൊന്ന് കുളിക്കണം, അതിനിപ്പോൾ എന്താ വഴി? വേണ്ട, തല കുളിക്കണ്ട, മേല് കഴുകിയാൽ മതി. ഇത്രയും നേരമായില്ലേ? എൻ്റെ റൂമിൽ തന്നെയുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം. സത്യ എഴുന്നേറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മേല് കഴുകി ലൂസ് ബനിയനും ട്രാക്കും എടുത്തിട്ടു. നന്ദു ഡ്രസ്സ് ചെയ്യാൻ മടിച്ചു നിന്നു. ഞാൻ ഇരിക്കുന്നത് കൊണ്ടാണോ ഈ മടി? എങ്കിൽ ഞാൻ പുറത്തിരിക്കാം. അത് വേണ്ട. നന്ദു ബാത്റൂമിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി വന്നു. അവൾ കണ്ണാടിയിൽ നോക്കി. കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ധാവണി ഉടുക്കുന്നത്. അലമാരി തുറന്നപ്പോൾ ആദ്യം കണ്ണു ചെന്ന് പെട്ടത് ധാവണിയിലായിരുന്നു. സത്യയ്ക്ക് ഇഷ്ടമാവുമോ ഇല്ലയോ എന്നൊന്നും ആലോചിച്ചില്ല. വേഗം അതുമായി ബാത്റൂമിലേക്ക് കയറി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് കണ്ണ് വിടർത്തി ഒന്നുകൂടി നോക്കി സത്യ. ഈ വേഷത്തിൽ പെണ്ണ് കുറച്ചുകൂടി ചെറുതായതുപോലെ. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തന്നെ നോക്കി മാറി നിന്നു. മുടിയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ചു മാറ്റി വിടർത്തിയിട്ടു. ഇരുവശത്തു നിന്നും കുറച്ച് മുടിയെടുത്ത് കുളിപ്പിന്നൽ കെട്ടി നെറ്റിയിൽ കുങ്കുമം ഇടാൻ നേരം സത്യ അവളുടെ കൈ തടഞ്ഞു. അവൻ തന്നെ കുങ്കുമം അവളുടെ നിറകിൽ അണിയിച്ചു. അന്ന് ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ എല്ലാ പേരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ഇതിട്ട് തന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് സ്നേഹത്തോടെയാണ് ഇതെൻ്റെ ഭാര്യ അണിയിക്കുന്നത്. അവളെ ചേർത്ത് പിടിച്ച് കവിളി ചുണ്ടു ചേർത്തു. ഈ വേഷം തനിക്ക് നന്നായി ചേരുന്നുണ്ട്. അവൻ അവളുടെ വയറിൽ പിച്ചി. മോളെ നന്ദു, അമ്മ വിളിക്കുന്നു, വന്നേ. അവരെല്ലാം നമ്മളെ കാത്തിരിക്കുകയാണ്. 2 പേരും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. അമ്മ ചായയും പലഹാരവും എടുത്തു വെച്ചു. ചെറുതായി ചാറ്റൽ മഴ പെയ്യുന്നത്. അപ്പോഴും ഇന്നിനി ഈ മഴ തോരുമെന്ന് തോന്നുന്നില്ല. രമേശൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഏലക്കാവാസന ആസ്വദിച്ച് ചായ കുടിക്കുന്നതിനിടയിൽ സത്യ ചോദിച്ചു. ഞാനിവിടെ അടുത്തൊരു കമ്പനിയിൽ അക്കൗണ്ടിങ് സ്റ്റാഫാണ്. ഇലയട നിറച്ചതെടുത്ത് പൊളിച്ച് സത്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു നന്ദു. അവനതിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയിരിപ്പിൽ 2 എണ്ണം കഴിച്ചു. രാത്രിയിൽ എന്താ നന്ദു മോനിഷ്ടം? അതുണ്ടാക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, എന്ത് തന്നാലും കഴിക്കും. നന്ദു അന്തിച്ച് സത്യയെ നോക്കി.
കഴിഞ്ഞ ദിവസം പോലും രാത്രിയിൽ ചപ്പാത്തിയും വെജ് കറിയും മതിയെന്ന് അമ്മയോട് വഴക്കിട്ട ആൾ എന്നും കഴിക്കാമെന്നോ? ഞാനിനി കേട്ടതിൻ്റെ കുഴപ്പമാണോ? അവൾ ഒന്നുകൂടി ഓർത്തെടുത്തു. അമ്മേ, ഏട്ട അങ്ങനെയൊക്കെ പറയും. രാത്രിയിൽ ചപ്പാത്തിയാണ് ഇഷ്ടം, അത് മതി, ഞാനും കൂടി സഹായിക്കാം. വേണ്ട, നീ മോൻ്റെ കൂടെ തന്നെ ഇരുന്നാൽ മതി. ഇവിടെ പരിചയമില്ലല്ലോ. തൽക്കാലം അളിയനും പെങ്ങൾക്കും വേണ്ടി ഈ ഏട്ടൻ കിച്ചണിൽ അമ്മയെ സഹായിക്കാം. രമേശൻ പറയുമ്പോൾ അതെന്തായാലും നന്നായി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചാണ് ഇരുന്നത്. ആസ്വദിച്ച് സത്യ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നന്ദുവിൻ്റെയും അമ്മയുടെയും മനസ്സ് നിറഞ്ഞു. ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ന്യൂസ് റീഡിങ് കണ്ടു. രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും ചർച്ചയും കേട്ടാണ് ഏട്ടൻ കിടക്കാൻ റൂമിലേക്ക് വന്നത്. അപ്പോഴേക്കും നന്ദു ബെഡ് കുടഞ്ഞു വിരിച്ചു, പില്ലോ സെറ്റാക്കി. ഇത് ചെറിയ ബെഡാണ്, ഞാൻ നിലത്ത് കിടക്കായേട്ടാ. അത് സാരമില്ല, അത്രയ്ക്കും ചെറിയ ബെഡൊന്നുമല്ല. നമ്മൾ 2 പേർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കള്ളച്ചിരിയോടെ അർത്ഥം വെച്ച് പറയുന്നവനെ നന്ദു നോക്കി. ഡോറിൽ മുട്ടുകേട്ട് അവൾ വാതിൽ തുറന്നപ്പോൾ അമ്മയാണ്. കയ്യിൽ ഒരു ഗ്ലാസ് പാലുമുണ്ട്. ഇവിടെ ഇന്ന് 2 ആളുടെയും ആദ്യ ദിവസമല്ലേ? നന്ദുവിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് അമ്മ പാൽ ഗ്ലാസ് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയെ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ഡോറടച്ച് സത്യയുടെ അടുത്തേക്ക് വന്നു. ഇതെന്താടോ, തനിക്ക് രാത്രിയിൽ പാല് കുടിക്കുന്ന ശീലമുണ്ടോ? അവിടെ വെച്ച് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവൾക്കത് കേട്ട് ചിരി പൊട്ടി. എനിക്ക് രാത്രിയിൽ പാല് കുടിക്കുന്ന ശീലം പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. പിന്നെ ഇന്നെന്താ പാൽ ഗ്ലാസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നേ? അത് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ആദ്യ ദിവസമല്ലേ? ഓ, ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. ഞാൻ പറയട്ടെ, അങ്ങനെയൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്ന്. നന്ദു വേഗം അവൻ്റെ വായ പൊതിഞ്ഞു പിടിച്ചു. പതിയെ, ആരെയും കേൾക്കും. പാൽ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ച് ഇടുപ്പിലൂടെ പിടിച്ച് പെണ്ണിനെ അടുത്തേക്ക് ചേർത്തു. അവളുടെ ശരീരത്തിൽ നിന്ന് വാസന സോപ്പിൻ്റെ ഗന്ധം അവൻ ആഞ്ഞു ശ്വസിച്ചു. നന്ദുവിൻ്റെ കൈകളെടുത്ത് അവൻ്റെ തോളിൽ വെച്ച് അവളെ കുറച്ചുകൂടി അടുത്തേക്ക് ചേർത്ത് നിർത്തി. സാരിയുടെ വിടവിലൂടെ തെളിഞ്ഞു കാണുന്ന അവളുടെ വയറിൽ ചുണ്ടു ചേർത്തു. അവൻ്റെ നിശ്വാസം പതിഞ്ഞ ചുംബനം അവളൊന്ന് പൊളഞ്ഞുപോയി. ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. നന്ദുവിൻ്റെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു സത്യ. അവളെ നോക്കി കണ്ണ് ചെമ്മി. സത്യ അവളുടെ മാറിൽ നിന്ന് പതിയെ ധാവണി എടുത്തു മാറ്റി. വെട്ടിയിറക്കിയ കഴുത്തും ബ്ലൗസിൻ്റെ മാറിടവും ലൈറ്റ് വെട്ടത്തിൽ തിളങ്ങുന്ന അവളുടെ ശരീരവും അവൻ്റെ സിരകളിൽ ചൂട് പരർത്തി. കൈത്തണ്ടയിലൂടെ പതിയെ തോളിൽ വരെ സത്യയുടെ കൈ ഒഴുകി ഇറങ്ങി. കഴുത്തിലും കവിളിലും ചുണ്ടിലും അവൻ്റെ കൈ ഓടി നടന്നു. വാരി പുണർന്ന് നന്ദുവിനെ മതിയാവോളം ചുംബിച്ചു. കണ്ണിലും കവിളിലും നെറ്റിയിലും ഒടുവിൽ ചുണ്ടുകളിൽ ചേക്കേറി മതിയാവോളം മധുരപാനം നടത്തി. ഒരു പൂമ്പാറ്റയായി മാറി സത്യ. അവളിലെ തേൻകുടങ്ങളിൽ മതിയാവോളം തേന്നുകയറുന്ന ശലഭമായി. ഒടുവിൽ ആവേശ കൊടുമുടിയിൽ ആറാടുമ്പോൾ അവർക്ക് തടസ്സമായ വസ്ത്രങ്ങൾ നിലത്തേക്ക് ചിതറി വീണു. നാണം കൊണ്ട് നന്ദു മുഖം പൊതിഞ്ഞു പിടിച്ചു. അവൻ ആ കൈയെടുത്ത് മാറ്റി അവളിലെ പെണ്ണുടലിൽ അവൻ രതിയുടെ പുതിയ കവിതകൾ രചിച്ചു. ചുണ്ടും നാവും കൊണ്ട് അവളുടെ മേനിയിൽ അവൻ ചിത്രകാരനെ പോലെ ചിത്രം വരച്ചു. അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇടയ്ക്ക് അവളുടെ ഒച്ച ഉയർന്നു. 4 ചുമരുകൾ തട്ടിച്ചിതറിയപ്പോൾ അവൻ അവളുടെ ചുണ്ടിൽ ചുണ്ടു ചേർത്തു. ആ, വേദനിക്കുന്നു. അവൾ അവനെ തള്ളി മാറ്റി. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ പതിയെ അവളിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയതും അവൾ അവന് തടസ്സം നിന്നു. എനിക്ക് വേണം. തനിക്ക് വേദനിക്കില്ലേ? വേദനിപ്പിക്കാതെ ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം വേദന കാണും. വീണ്ടും അവളിലേക്ക് അവൻ ആഞ്ഞടിക്കുന്ന തിരമാലയായി. അവളത് കാത്തു കിടക്കുന്ന തീരവും. കൈകൾ മാർദ്ദവങ്ങളിൽ ഞെരിഞ്ഞമർന്നപ്പോൾ അവൻ്റെ ചലനത്തിന് ശക്തിയേറിയപ്പോൾ അവളിലേക്ക് ശക്തിയായി ആഴ്ന്നു തുടങ്ങിയപ്പോൾ അവളുടെ പല്ലും ചുണ്ടും അവൻ്റെ തോളിലായിരുന്നു. നഖങ്ങൾ പുറത്ത് കോറിക്കൊണ്ടേയിരുന്നു. അവളുടെ തോളിൽ അവൻ ചുണ്ടു ചേർത്തു. അവളുടെ കഴുത്തിലും ചെവിയിലും അവൻ്റെ ചുണ്ടുകൾ അമർന്നു. ഒടുവിൽ ഇരുവരിൽ നിന്നും ഒച്ച അടർന്നു വീണു. ഇരുവരുടെയും ശരീരം വിയർപ്പിൽ കുതിർന്നു. ഒടുവിൽ തൃപ്തിയോടെ അവളുടെ മാറിലേക്ക് വീണു സത്യ. ഇരുവരുടെയും നഗ്ന ശരീരം ബെഡ്ഷീറ്റ് വലിച്ചു മൂടി. അവളുടെ കാതോരം അവൻ്റെ നിശ്വാസം. തനിക്കൊരുപാട് വേദനിച്ചോ? സോറി. അതിനവൾ പുഞ്ചിരിച്ചു. വേദനിച്ചു എങ്കിലും. സത്യ അവളുടെ മുഖത്തേക്ക് നോക്കി. എങ്കിലും ബാക്കി പറവണ്ണേ. പറയാതെ ഞാൻ വിടില്ല. എങ്കിലും ഇഷ്ടമായോ? ഇഷ്ടമായി. അവൾ അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് പിടിച്ചു. സത്യ അവളെ വരിഞ്ഞു മുറുക്കി. എന്നാൽ ഒന്നുകൂടെ ആയാലോ? അവളവനെ തള്ളി മാറ്റി. ഞാൻ വെറുതെ പറഞ്ഞതാ പൊന്നോ. അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് നെറുകിൽ ചുണ്ട് ചേർത്തു സത്യ. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.